വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ പറയുമ്പോൾ ഒരു ജേണൽ കിറ്റ് മേക്കിംഗ് ആണ് കേട്ടോ. സോ ഫസ്റ്റ് തന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ജേണലിന് ആവശ്യമുള്ള ബുക്കാണ്. സോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സിമ്പിളാണ്. നമുക്ക് എത്ര പേജസ് ആവശ്യമുണ്ടോ അത്ര പേജസ് എടുക്കുക, ഹാഫാക്കി മടക്കുക, പിന്നെ നമ്മൾ സൈഡ് ക്ലിപ്പ് ചെയ്ത് ഗ്ലൂ തേച്ചിട്ട് ഉണങ്ങാൻ വെക്കുക. സോ ബുക്ക് ഉണങ്ങാൻ വെക്കുന്ന സമയത്ത് നമുക്ക് ബാക്കി സപ്ലൈസ് ഉണ്ടാക്കാം. ഫസ്റ്റ് ഞാനൊരു ജംബോ വാഷി ടൈപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് നമ്മൾ പേപ്പർ എടുക്കുക, പിന്നെ സ്ട്രിപ്സ് പോലെ മടക്കുക, പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഡിസൈൻസ് വരച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്യാം. ഞാനിതിൽ വരച്ചു കൊടുക്കുന്ന എല്ലാ ഡിസൈൻസും ഞാൻ സിമ്പിളാക്കാൻ നോക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനത്തെ ഡിസൈൻസാണ് വേണ്ടത് അതുപോലെ നിങ്ങൾ വരച്ചു കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് ഡിസൈൻസൊക്കെ വരച്ചു കൊടുത്ത് ഇനി നമുക്ക് സ്മോൾ ആയിട്ടുള്ള വാഷി ടേപ്സ് ഉണ്ടാക്കാം. അതിന് സെയിം തന്നെയാണ്, പക്ഷേ ജംബോ വാഷി ടേപ്സിൻ്റെ ഹാഫ് സൈസ് ആയിരിക്കും ഈ സ്മോൾ വാഷി ടേപ്സ് വരിക. ഇതുപോലെ തന്നെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഡിസൈൻസൊക്കെ വരച്ചു കൊടുത്ത് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ള എല്ലാ ഡിസൈൻസും എനിക്ക് ക്യൂട്ട് ആൻഡ് സിമ്പിൾ ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. ഫസ്റ്റ് ഞാൻ കുറച്ച് വേവി ലൈൻസ് വരച്ചു കൊടുത്തു, പിന്നെ ഗ്രിഡ് ലൈൻസ് വിത്ത് സ്റ്റാർസ് ഓർ ഫ്ലവേഴ്സ്, പിന്നെ കൗ പാറ്റേൺ വിത്ത് സ്മോൾ ഡോട്ട്സ്, പിന്നെ കുറച്ച് വേവി ലൈൻസും കൂടി വരച്ചു കൊടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ ഡിസൈൻസ്. ഞാൻ എല്ലാതും നല്ലപോലെ സ്ട്രിപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം അത് വെറുതെ പേപ്പർ സ്ട്രിപ്സ് മാത്രമാണ്. നമുക്കിത് വാഷി ടേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കറക്റ്റ് വിഡ്ത്തിലുള്ളൊരു റെക്റ്റാങ്കിൾ പീസ് കട്ട് ചെയ്യുക, അതിനൊരു സിലിണ്ടർ ഫോമിലാക്കി ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഈ സ്ട്രിപ്സ് റോൾ ചെയ്തിട്ട് ലാസ്റ്റ് എൻഡ് ഒരു തരി ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് ഈസി ആയിട്ട് ഒന്ന് പീൽ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഞാൻ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മിനി വാഷി ടേപ്സിനും ജംബോ വാഷി ടേപ്സിനും ഒരേ ടെക്നിക്ക് തന്നെയാണ് ഞാൻ യൂസ് ചെയ്യണത്. പക്ഷേ മിനി വാഷി ടേപ്സിൻ്റെ ആ സിലിണ്ടർ കുറച്ചും കൂടി ചെറുതായിരിക്കും, ജംബോൻ്റെ കുറച്ചും കൂടി വലുതായിരിക്കും. അത്ര മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. അങ്ങനെ തന്നെ ഞാൻ റെസ്റ്റ് ഓഫ് ദി വാഷി ടേപ്സ് ഒക്കെ റോൾ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ എല്ലാ ജംബോ വാഷി ടേപ്സും മിനി വാഷി ടേപ്സും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പാറ്റേൺ പേപ്പേഴ്സ് ഉണ്ടാക്കിയാലോ. അപ്പോൾ പാറ്റേൺ പേപ്പർ പറയുമ്പോൾ ജേണലിൽ ഇമ്പോർട്ടൻറ്റും പക്ഷേ ഈസിയും ആയിട്ടുള്ള സാധനമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. പാറ്റേൺ പേപ്പറിനായിട്ട് ഞാൻ എടുക്കുന്നത് ഒരു A4 ഷീറ്റിൻ്റെ ഹാഫാണ്. അപ്പോൾ എനിക്ക് ഫോർ പാറ്റേൺ പേപ്പേഴ്സാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് A4 ഷീറ്റ് ഇങ്ങനെ സ്മോൾ റെക്റ്റാങ്കിൾസ് ആക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ അതിൽ എന്തെങ്കിലും പാറ്റേൺ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അത് ജേണൽ ചെയ്യുന്ന സമയത്ത് അതിനെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് കീറി നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഒട്ടിച്ചു കൊടുത്ത് അതിൻ്റെ മുകളിൽ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ടാണ് നമ്മൾ ഈ പാറ്റേൺ പേപ്പേഴ്സ് ജേണലിൽ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റത്തെ പാറ്റേൺ പേപ്പറിൻ്റെ ഡിസൈന് ഒരു ഡാർക്ക് പർപ്പിൾ ടു ലൈറ്റ് പർപ്പിൾ എന്നുള്ള സ്ട്രൈപ്സ് ആണ്. അതിനെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് പാറ്റേൺ പേപ്പറിന് ഞാൻ പോൾക്ക ഡോട്ട്സ്, പക്ഷെ ഇങ്ങനെ ബിഗ്, സ്മോൾ ആൻഡ് മീഡിയം പോൾക്ക ഡോട്ട്സ് അബ്സ്ട്രാക്റ്റ് ആയിട്ട് എല്ലായിടത്തും വരച്ചു കൊടുക്കുക. അത് പിങ്ക് കൊണ്ടാണ് കേട്ടോ ഞാൻ വരച്ചു കൊടുത്തിട്ടുള്ളത്. നല്ല സിമ്പിളാണ് കേട്ടോ. അടുത്ത
പാറ്റേൺ പേപ്പർ നല്ല ഈസിയാണ്. സ്റ്റാർസും മൂണും പിന്നെ കുറച്ച് സർക്കിൾസും ഒക്കെ ഇങ്ങനെ എല്ലായിടത്തും വരച്ചിട്ടാൽ നിങ്ങൾക്ക് അടുത്ത പാറ്റേൺ പേപ്പർ കിട്ടും. നെക്സ്റ്റ് പാറ്റേൺ പേപ്പർ വന്നിട്ട് നമ്മൾ കൗ പാറ്റേൺ ഡിസ്റ്റൻസ് ഇല്ലാണ്ട് നമ്മൾ വരച്ചു കൊടുത്തേക്കാണ്. നല്ല രസമുണ്ട് ഇത് കാണാൻ. നിങ്ങൾക്ക് ഡിഫറെൻറ്റ് കളേഴ്സിൽ ചെയ്യാം, പക്ഷെ ഞാനിത് പിങ്കിൽ മാത്രമാണ് കേട്ടോ ചെയ്തത്. ഇതൊക്കെയാണ് നമ്മുടെ പാറ്റേൺ പേപ്പേഴ്സിൻ്റെ റിസൾട്ട്. ഞാൻ ഫസ്റ്റ് കൗ പാറ്റേൺ, പിന്നെ പോൾക്കാ ഡോട്ട്, സ്റ്റാർസ്, മൂൺസ്, പിന്നെ സ്ട്രൈപ്സ്, അതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയ പാറ്റേൺ പേപ്പേഴ്സ്. അതൊക്കെ കൂടിയിട്ട് ഒരുമിച്ച് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. പാറ്റേൺ പേപ്പറിൻ്റെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ പോസ്റ്റേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു ഐസ്ക്രീം ഡേയുടെ ജേർണൽ ചെയ്യണമെങ്കിൽ ഒരു ഐസ്ക്രീമിൻ്റെ പോസ്റ്റർ ഉണ്ടെങ്കിൽ അത് നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാൻ പാറ്റേൺ പേപ്പറിനെക്കാട്ടിയും കുറച്ചും കൂടി കുഞ്ഞേതായിട്ടാണ് ഈ പോസ്റ്റർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ 4 പീസ് ഓഫ് പോസ്റ്റേഴ്സാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഫസ്റ്റത്തെ പോസ്റ്ററിൻ്റെ ഡിസൈനായിട്ട് വേവി ബോർഡറാണ് കൊടുത്തേക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ലൈറ്റർ ഷെയ്ഡിൽ ഞാനൊരു ചെറി വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചെറി വരച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു റൈറ്റിങ്സ് താഴെ എഴുതിയിട്ടുണ്ടായിരുന്നു, ചെറി ഡേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതാണ് എൻ്റെ ഫസ്റ്റത്തെ പോസ്റ്റർ. പോസ്റ്റർ പറയുമ്പോൾ ഐസ്ക്രീം ഡേക്കൊക്കെ പറ്റിയിട്ടുള്ള ഒരു പോസ്റ്ററാണ്. ഞാൻ ഐസ്ക്രീമിൻ്റെ കോണും പിന്നെ ഐസ്ക്രീമിൻ്റെ ഒരു സ്കൂപ്പും വരച്ചു കൊടുത്തിട്ട് ആ പോസ്റ്റർ അങ്ങനെ അവസാനിപ്പിച്ച്. നെക്സ്റ്റ് പോസ്റ്ററിൽ ഞാനിങ്ങനെ അബ്സ്ട്രാക്റ്റ് ആയിട്ട് കൗ പാറ്റേൺ വരച്ചിട്ട് ഞാൻ സ്മൈലിന് അതിൻ്റെ നടുവിൽ എഴുതി കൊടുത്തിട്ട് ഒരു ഹാർട്ടും കൂടി വരച്ചു കൊടുത്ത് പിന്നെ ഒരു പോസ്റ്ററും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു. അപ്പോൾ എല്ലാ പോസ്റ്റേഴ്സും എടുത്ത് ഞാൻ മറ്റേ പാറ്റേൺ പേപ്പർ ചെയ്ത പോലെ തന്നെ ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ പോസ്റ്റേഴ്സൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കോട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു സർക്കിളായിട്ടുള്ള സ്റ്റിക്കേഴ്സ് ഒട്ടിക്കുമല്ലേ, അതിന് പകരം നമ്മൾ സർക്കിളുകൾ വരച്ചിട്ട് വൈറ്റ് കാണുന്ന രീതിയിൽ അബ്സ്ട്രാക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാം. ഞാനിതിനായിട്ട് ബ്ലൂ, ഗ്രീന്, പേർപ്പിൾ, പിങ്കൊക്കെ പിന്നെ കുഞ്ഞതും വലുതൊക്കെ ആയിട്ടുള്ള സർക്കിൾസ് കട്ട് ചെയ്ത് ഇത്ര ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ബുക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ബുക്ക് ഉണങ്ങി സെറ്റായി. ഞാൻ എൻ്റെ ക്ലിപ്പുകളൊക്കെ അഴിച്ചിട്ട് നമുക്ക് ഇനി ബുക്ക് റെഡി ആയെന്ന് നോക്കാം. ബുക്കൊക്കെ കറക്റ്റായിട്ട് ബുക്ക് പോലെ തന്നെ വന്ന് ഇനി നമ്മളൊരു പേപ്പർ എടുക്കുക, അതിനെ ഹാഫ് ആക്കുക, പിന്നെ ബുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക, എന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഡിസൈൻ വരച്ചു കൊടുക്കുക. ഇത്രേ ഉള്ളൂ ബുക്ക്.
ഫസ്റ്റത്തെ പോസ്റ്റർ ഉണ്ടാക്കിയ പോലെ തന്നെ ഒരു വേവി ആയിട്ടുള്ള ഒരു ബോർഡർ കൊടുത്ത് അതിൽ ഞാൻ ലൈറ്റ് പിങ്കിൽ കളർ ചെയ്തിട്ട് ഒരു ചെറിയും പിന്നെ ഒരു ഗേളിൽ ഇങ്ങനെ നടക്കുന്ന പോലത്തെ ഒരു സ്റ്റിക്കറും കൂടി ഒട്ടിച്ചു കൊടുത്ത് പിന്നെ മിഡിലിൽ നമുക്ക് പേര് എഴുതാൻ പറ്റും കേട്ടോ. ഞാൻ ഇങ്ങനെ ഒരു പേര് എഴുതുന്ന പോലത്തെ സ്റ്റിക്കർ പോലെ വരച്ചു കൊടുത്തിട്ട് ഞാൻ എൻ്റെ പേര് എഴുതി കൊടുത്തു. ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ജേർണൽ മേക്കിംഗ് കഴിഞ്ഞു. ഇനി നമുക്ക് എല്ലാതും അസംബിൾ ചെയ്യാം. ഞാൻ പോസ്റ്റേഴ്സ് വെച്ചു, പാറ്റേൺ പേപ്പേഴ്സ് വെച്ചു, മെൻഷൻ ഡോട്ട്സ് വെച്ച്, പിന്നെ ക്ലിപ്സ്, വാഷി ടേപ്സ്, ജേർണലിൻ്റെ ബുക്ക്, പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സിൻ്റെ എല്ലാവരും കൂടിയും വെച്ച്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ജേർണൽ കിറ്റ് മേക്കിംഗ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ കവായ് ജേർണൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.